ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കണ കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. ശരിക്കും ഞാൻ ഇത് യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചത്. പക്ഷേ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും കാണിക്കണ്ടേ, അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 കപ്പിന് ഞാൻ 1.5 കപ്പ് വെള്ളം, 1/2 കപ്പിന് 3/4 ആദ്യം ഒഴിച്ചു. അപ്പോൾ അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് 1/4 കപ്പ് വെള്ളത്തോട് ചേർത്ത് മൊത്തം 1.5 കപ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളം ചേർത്തു കേട്ടോ. പിന്നെ പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ മാറ്റം വരും. നമ്മൾ ആ കാണിച്ച ഒരു കൺസിസ്റ്റൻസിയിൽ പൊടി കലക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ നമ്മളിങ്ങനെ പൊടീനെ കുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് തുടങ്ങില്ല, ആ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും ഇടിയപ്പത്തിൻ്റെ നല്ല ടേസ്റ്റും സോഫ്റ്റും അതുപോലെ തന്നെ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാനും നമുക്ക് ഇങ്ങനെ പൊടി വാട്ടിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം വരെയൊക്കെ നമുക്ക് പെട്ടെന്ന് സുഖമായിട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. കാരണം മരത്തിൻ്റെ തവയായതുകൊണ്ട് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ സിലിക്കണിൻ്റെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിനിങ്ങനെ ഇളക്കി ഇളക്കി നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു ഭാഗം വരെ നമ്മളിങ്ങനെ ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഈ ഒരു ഇളക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ഭാഗം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കണില്ല എന്നൊക്കെ ശരിക്കും വിചാരിച്ചെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കി കഴിച്ച സമയത്ത് നല്ല വ്യത്യാസം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, പൊടി ഇങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉരുട്ടപ്പെടുന്ന ഒട്ടും കയ്യിലാവില്ല കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല ഫിനിഷിങ് ആണെന്നുള്ളതാണ്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കണം. മൂടി വയ്ക്കുമ്പോൾ ഒരേ ഇരിപ്പ് ഇങ്ങനെ വെക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്നും അത് മറിച്ച് കൊടുക്കണം കേട്ടോ പൊടീനെ. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് പൊടീനെ മാറ്റി മൂടി വയ്ക്കണം. പിന്നെ ഞാൻ ചൂടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ച് കൊടുത്തു, മൂടി വെച്ച് അങ്ങനെയാണ് കേട്ടോ ആക്കിയെടുത്തത്. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള എന്താ പറയുക, പൊടി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും ചൂടാറിയിട്ടില്ല, ചൂടാറുമ്പോൾ കുറച്ചുകൂടെ രസമായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് പീച്ചിന ഓടിൻ്റെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വണ്ണം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൈക്കൊന്നും ഇങ്ങനെ അച്ച് പിടിക്കുന്ന സമയത്ത് മൊത്തത്തിൽ എത്തൂല കേട്ടോ. അപ്പോൾ കയ്യിൽ നിന്ന് തെന്നി പോവുകയും ചെയ്യും. ഇടിയപ്പമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കൈ വേദന എടുക്കുമായിരുന്നു. പിന്നെ കയ്യിലൊട്ടും മാവൊന്നും ആവില്ല ഇങ്ങനെ പൊടിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്, ഈ പീച്ചുന്ന സമയമാണല്ലോ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞത്. അപ്പോൾ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഇടിയപ്പമൊക്കെ ശരിക്കും വൈകുന്നേരം ആയാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ട അതിൻ്റെ ഒരു ഫിനിഷിങ്ങും എന്താ പറയുക, നല്ല രസമായിട്ട് തന്നെ പൊടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇടിയപ്പം നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ കിട്ടുന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇക്കാക്കൊക്കെ മറ്റേ എന്താ പറയുക, വലിയ നൂലുള്ള ഇടിയപ്പമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് 3 ഉണ്ടാക്കും, പിന്നെ ചെറുതും ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇടിയപ്പം ശരിക്കും വാഴയിലയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ. അതുപോലെ ഗ്രീൻ പീസ് കറി ആയിരുന്നു നമ്മൾ കൂട്ടായിട്ട് ഉണ്ടാക്കിയത്.